ദേശസ്നേഹിയാകാൻ ഇത്ര പ്രയാസമുണ്ടോ എന്നാണ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരോട് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത്? ശശി തരൂരിന് പിന്നാലെ ഇപ്പോൾ സൽമാൻ ഖുർഷിദ് കൂടി ആയി അല്ലേ? അതെ. ഈ ദേശസ്നേഹം എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് എന്തോ ഒരു വലിയ അന്യം നിന്നിരിക്കുകയാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക്. അതെ. ശശി തരൂര് ഇങ്ങനെ തിരികെ എത്താറായോ? എത്തുമ്പം തരൂരിനെ ഇനി ചിലപ്പോൾ ഇവർ പിന്നെ വെടിവെച്ച് വീഴ്ത്തുമെന്നൊരു സംശയമുണ്ട്. കാരണം അത്രയ്ക്ക് കലിയിളകി നിൽക്കുകയാണ്. അതെ. അല്ലെങ്കിൽ ഇത്ര തൻ്റെ അടുത്തോട് കോൺഗ്രസിൽ നിന്ന് അങ്ങ് പുറത്താക്കുക. അതവർ ചെയ്യില്ല. കാരണം തരൂര് രക്ഷപ്പെടണമെങ്കിലോ. കാരണം അദ്ദേഹത്തിനെ അങ്ങനെ പുറത്താക്കിയാൽ അദ്ദേഹത്തിനെ BJP രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ അദ്ദേഹത്തെ സ്വീകരിക്കും, വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊന്നും കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ വേറൊരു അദ്ദേഹം ഒരു വലിയ ഫിഗറാണ്. അതെ, ഒരു നമുക്ക് പിന്നെ ആരോ ചാർത്തി കൊടുത്ത വിശ്വപൗരൻ എന്നുള്ള പദവി കിടക്കുകയാണ്. അത് വെച്ചുകൊണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ നരേന്ദ്രമോദി ധൈര്യമായിട്ട് ഇദ്ദേഹത്തെ ഒരു സംഘാംഗത്തിൻ്റെ അംഗങ്ങളുടെ തലപ്പത്ത് പിടിച്ചിരുത്തിയത് അല്ലേ? അതെ. ഇപ്പോൾ ദാണ്ട് ഈ സൽമാൻ ഖുർഷിദും പോയിരിക്കുന്നത് ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അൾജീരിയയിൽ ഈ പോയിട്ടുള്ള സംഘാംഗങ്ങളിൽ ഒരാളാണ് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു MP ആയ അസാസുദ്ദീൻ ഒവൈസി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്താണ്? ഭീകരതയുടെ ഉറവിടമാണെന്ന്. എന്നുവെച്ചാൽ ഭീകരതയാണ് അവർ. പാകിസ്ഥാൻ എന്നുള്ള വാക്ക് തന്നെ ഭീകരതയാണ് എന്നുള്ളത് നമ്മൾ ആരും പറയാത്ത തരത്തിലുള്ള കാര്യം അദ്ദേഹം രണ്ട് വാക്കുകൾ കൊണ്ടങ്ങ് പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. അതിനകത്ത് മുഴുവൻ കാര്യങ്ങളും കിടപ്പുണ്ട് താനും. ഇപ്പം ഇവിടെ നോക്കിക്ക്, ദേശസ്നേഹിയാവാൻ ഇത്ര പ്രയാസമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ പരിഹസിച്ചിരിക്കുകയാണ്. അത് ശരിക്കും സാർ കോൺഗ്രസിനെയാണോ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെയാണോ അദ്ദേഹം ഉന്നം വെച്ചിരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. സോണിയ പരിവാറിന് നേർക്കാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസോ എന്നങ്ങ് ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ എന്നാൽ വേണ്ട തരത്തിലുള്ള ത്രാണി ഇല്ലതാണ്. സാർ കോൺഗ്രസിൽ ഒരു പിളർപ്പ് മണക്കുന്നുണ്ടോ? കാരണം ശശി തരൂര്, ഇപ്പോൾ ഇദ്ദേഹം സൽമാൻ ഖുർഷിദ്, ഇതുപോലെ അസംതൃപ്തരായ ഒരുപാട് പേർ കോൺഗ്രസിനുള്ളിലുണ്ട്. ഇവരല്ലേ ഒരിക്കൽ ഒരു പിന്നെ 23 അംഗ സംഘം ഉണ്ടായത്? അത് ഗുലാം നബി ആസാദ്. അതെ, അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ. കപിൽ സിബിലൊക്കെ വിട്ടുപോയത് അങ്ങനെയാണല്ലോ. കപിൽ സിബിൽ പോയി SP-യിൽ ചേർന്നു. ഗുലാം നബി ആസാദ് നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തരൂർ ഇപ്പോഴും പോരാടി നിൽക്കുന്നു. അതിലെ 23 പേരിലെ 3 പ്രമുഖർ ഇവരായിരുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും വിചാരിച്ചതാണ് കോൺഗ്രസ് പിളരി വന്ന്. ഈ പിളരാൻ തക്കവണ്ണം കോൺഗ്രസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിനൊരു ശേഷി വേണ്ട പിളരണമെങ്കിലും. ഇത് കേരള കോൺഗ്രസ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലേ? അവര് എത്ര മെലിഞ്ഞാലും MP-മാർ കേരളത്തിൽ നിന്നാണ് അന്ന്. അതാണ്. അപ്പൊ പിന്നെ ഇവരുടെ 14 അല്ല, അതായത് പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് അവരെ മാറ്റി നിർത്തിയാൽ, പിന്നെ മുസ്ലിം ലീഗിന്റെ 2 MP-മാർ. അപ്പോൾ അവരെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നും 14 MP-മാരുണ്ട്. അത് വലിയ പങ്കല്ലേ? അപ്പോൾ പിന്നെ ഏത് തരത്തിലായിരിക്കും ഇവരുടെ പോക്കെന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇതിനകത്തൂടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നരേന്ദ്രമോദി 2 കാര്യങ്ങൾ നടത്തി. ഒന്ന്, പാകിസ്ഥാൻ ഭീകരവാദികളാണ്, ഭീകരതയുടെ കേന്ദ്രമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ നേരെ കൈവച്ചവരുടെ കൈകളെല്ലാം വെട്ടിക്കളഞ്ഞു. ചിലരുടെ തലയും വെട്ടി. 2, രാജ്യത്തിനകത്ത് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെയും അദ്ദേഹം ഓപ്പറേഷൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ 2 ഓപ്പറേഷനാണ് ഒരേ സമയം മോദി നടത്തിയത്. 2ലും വിജയം കണ്ടിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ വിവരമൊന്നും ഇല്ലല്ലോ സമയത്ത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം എത്രയും പെട്ടെന്ന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നാണ്. അതിന് നമ്മുടെ ഇടതുപക്ഷമൊക്കെ പിന്തുണയായിട്ട് ചെല്ലുന്നുണ്ട്.
പക്ഷേ ചില പ്രമുഖ കക്ഷികളൊന്നും മിണ്ടുന്നില്ല, ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. കാരണം ബീഹാറിൽ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇനി പാർലമെൻറ്റിൽ കൂടെ ചെന്ന് ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കൂവി കിട്ടുന്ന വോട്ട് ഇല്ലാതെയാക്കണോ ബീഹാറിൽ എന്നാണ് ചോദ്യം ഉയരുന്നത്. അതെന്തിനാ ഈ പ്രശാന്ത് ഇനി പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവരെല്ലാം വരാൻ പോകുന്ന ഈ മൺസൂൺ സമ്മേളനത്തിൽ അത് വിശദീകരിക്കും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെ, അല്ല, അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദീകരണമാണ്. മൻ കി ബാത്തിലും ഒക്കെ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചിട്ട്, ഇവരൊക്കെ അടങ്ങുന്ന സംഘാംഗങ്ങളല്ലേ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിലുള്ള ഇവർ തന്നെയല്ലേ വിദേശങ്ങളിൽ പോയി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, വിദേശങ്ങളിൽ പോയി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ എന്തിനാ പാർലമെന്റ് സമ്മേളനം എന്നും പറഞ്ഞ് കിടന്ന് വിളിച്ചു പോകുന്നത്? ഇപ്പം ET മുഹമ്മദ് ബഷീർ ഇവിടെ കേരളത്തിലെ അല്ലേ, മുസ്ലിം ലീഗാണ് അദ്ദേഹം. പിന്നെ ബ്രിട്ടാസ് CPM-ന്റെ, തരൂര് കോൺഗ്രസിന്റെ, കനിമൊഴി DMK. കനിമൊഴി കഴിഞ്ഞ ദിവസം സ്പെയിനിലാണ് സംസാരിച്ചത്. അതെ, കനിമൊഴിയോട് ചോദിച്ചു, നിങ്ങള് നാനാത്വത്തിൽ ഏകത്വം, നിങ്ങള് വിവിധ ഭാഷകൾ സംസാരിക്കുന്നതല്ലേ, നിങ്ങളുടെ ഒരു കോമൺ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചു. അവരുടെ മറുപടി നാനാത്വത്തിൽ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ കോമൺ ലാംഗ്വേജ് എന്നായിരുന്നു. അവർ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകർ ഇരുന്നു പോയി എന്നാണ് കേട്ടത്. നല്ല മറുപടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇവർക്ക് ശരിയായ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൗര, അതാണ് അവരുടെ ധർമ്മം, അതാണ്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ കറക്റ്റ് ദേശസ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആ ഒരു ടീം, ആ ലിസ്റ്റ് വളരെ ഭംഗിയായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. വലിയ സംസാരിക്കാൻ അറിയുന്ന, അതെ, നല്ല സെൻസുള്ളവരെ തന്നെയാണ് വിട്ടിരിക്കുന്നത്. കനിമൊഴിയൊക്കെ നല്ല വാക്ചാതുര്യമുള്ളവരല്ലേ? അതെ. അതിന് പകരം മറ്റുള്ള കോൺഗ്രസിൽ നിന്നുള്ളവരെയൊക്കെ വിട്ടിരുന്നുവെങ്കിലുള്ള സ്ഥിതി എന്താകായിരുന്നു? കാര്യങ്ങളൊക്കെ തന്നെ മാറിപ്പോകത്തില്ലേ? അപ്പോൾ ഇവരൊക്കെ രാഹുലിനെ വിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? തരൂരിന്റെ സ്ഥാനത്ത് രാഹുലാണ് പോയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പഴി കേൾക്കേണ്ടി വന്നേനെ. നമ്മുടെ രാജ്യത്തിനെതിരായിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ പോയി സംസാരിക്കുക. അത് രാജ്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം ചെയ്യുന്ന എന്താണ്? വിദേശത്തേക്ക് ചാടുകയല്ലേ ചെയ്യുന്നത്. അതെ, അവിടെ പോയി നമ്മുടെ രാജ്യത്തിനെതിരെ, അമേരിക്കയിലാകട്ടെ ചൈനയിലാകട്ടെ, അദ്ദേഹം അവിടെയൊക്കെ പോയിട്ട് ഇന്ത്യ വിരുദ്ധത പറയുക, അത് പ്രചരിപ്പിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അതാണ്. പ്രതിപക്ഷ നേതാവായിട്ടും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് തരൂര് പറഞ്ഞ കാര്യമാണ്. തരൂര് വിദേശങ്ങളിൽ പോയിട്ട് പറഞ്ഞത്, ഞാൻ അവിടെ രാജ്യത്ത് പ്രതിപക്ഷ നിരയിലുള്ള ആളാണ്, പക്ഷെ ഞാനിപ്പോൾ വരുന്നത് ഞാൻ രാജ്യത്തിന്റെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. എനിക്ക് എൻ്റെ ദേശസ്നേഹമാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ രാജ്യത്തിനെതിരായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷമായിരിക്കാം. പ്രതിപക്ഷമൊക്കെ വേണം, പ്രതിപക്ഷം വേണമല്ലോ, അതല്ലേ ഭരണപക്ഷം നന്നാകുകയുള്ളൂ. അതാണ് വേണ്ടത്. അതെ, തീർച്ചയായിട്ടും ശക്തമായ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും ശക്തി.